ഒക്ടോബർ 10 ആരംഭിച്ച വെടിനിർത്തലിനെ തുടർന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്ന ഗസയിലെ ജനത വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ്. പൂർണ്ണമായി വെടിനിർത്തൽ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും അപ്പോഴും മരണം സംഭവിക്കുന്നു, ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു സമാധാനത്തിലേക്ക് എന്ന പ്രതീക്ഷ കൂടിയാണ് ഇന്നലത്തേതുകൂടി ഇല്ലാതായിരിക്കുന്നത്. കാരണം ഈ സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് അമേരിക്കയെ വിവരം അറിയിച്ച ശേഷം ഗസയിൽ ഉടനീളം ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടത്. ഗസയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായ ഷെല്ലാക്രമണവും നടന്നു. നിലവിലുള്ള വെടിനിർത്തൽ കരാറിന് വിള്ളലുണ്ടാക്കാനും ഗസയിലെ വംശഹത്യ പുനരാരംഭിക്കാനും ഇസ്രായേൽ പല വഴികളും തേടുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ട്രംപ് മുൻകൈയെടുത്ത കരാർ ലംഘിക്കുന്നതിൽ എത്രത്തോളം മുന്നോട്ടു പോകാമെന്ന് നെതന്യാഹു പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ ഈ നടപടി വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയല്ലെന്നും ഈ സൈനികൻ കൊല്ലപ്പെട്ടാൽ ഇസ്രായേലിന് തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ലെന്നും അതിന് ഇസ്രായേലിന് അവകാശമുണ്ട് എന്നൊക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇപ്പോൾ അവശേഷിക്കുന്ന 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗസയിൽ വൻ ആക്രമണം നടത്താൻ ഇന്നലെ വൈകിട്ട് നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ നടന്ന ആക്രമണവും ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിലുള്ള കാലതാമസവും ഒക്കെ ചൂണ്ടിക്കാട്ടി നെതന്യാഹു ഹമാസ് തുടർച്ചയായി കരാർ ലംഘിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയാണ്. നേരത്തെ ഹമാസ് വിട്ടു നൽകിയ ബന്ദികളുടെ മൃതദേഹങ്ങളിലൊന്ന് 2 വർഷം മുൻപ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹഭാഗങ്ങളാണെന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. അത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ 125 തവണയാണ് കരാർ ലംഘിച്ചത്. ഗസയ്ക്ക് മേലുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ നിർത്തണമെന്നും പല രാജ്യങ്ങളും ലോകരാജ്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്, UN ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഗസയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. സമാധാന കരാർ തകർന്നു എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇന്നലെ ഈ സമാധാന കരാർ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്കറിയാം 100-ലധികം ആളുകൾ മരിക്കുക എന്നൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് വീണ്ടും ഗസയെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഇത് തന്നെ തുടർന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഈ സമാധാനത്തിലേക്ക് ഇല്ലെങ്കിൽ ആ കരാറിലേക്ക് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഏത് രീതിയിലാണ് ഇസ്രായേൽ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം ഇസ്രായേലില് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 125 തവണ ഈ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. ഇന്നലത്തെ സംഭവം മാത്രമാണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് അമേരിക്കയെ വിവരം അറിയിച്ചുകൊണ്ട് ഗസയിലുടനീളം ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. നെതന്യാഹു അതിന് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഫലസ്തീനുകളുടെ തലയ്ക്ക് മുകളിലെത്തി എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത്. ഗാസ മുനമ്പിൽ പലയിടത്തും അവർ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. ഗസയുടെ പല ഭാഗങ്ങളിലും വ്യാപക ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഈ അക്രമ സംഭവങ്ങൾ ഈ പറഞ്ഞ 18 ദിവസം നീണ്ട ഗസയിലെ വെടിനിർത്തലിന് ഏറ്റവും ഗൗരവമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നിലവിലുള്ള ഈ വെടിനിർത്തൽ കരാറിന് വിള്ളലുണ്ടാക്കാനും ഗസയിലെ വംശഹത്യ പുനരാരംഭിക്കാനുമുള്ള ഇസ്രായേലിന്റെ ഒരു വഴി കൂടിയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രംപ് മുൻകൈയെടുത്ത കരാർ ലംഘിക്കുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോകാമെന്ന് നെതന്യാഹു ഇപ്പോൾ പരീക്ഷിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 46 കുട്ടികൾ ഉൾപ്പെടെ 104 പേരാണ് ഇന്നലെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത്. നമ്മൾ ഈ കണക്ക് ഏതാണ്ട് ഒരു 18 ദിവസത്തിന് മുൻപാണ് നമ്മൾ ഇത്ര ആളുകൾ ഒരു ദിവസം കൊല്ലപ്പെടുന്ന കണക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പട്ടിണിയായിരുന്നു, ആക്രമണമായിരുന്നു, എല്ലാം കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ദിവസം മാത്രം വീണ്ടും ഈ കരാർ നിലനിൽക്കെ തന്നെ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഹമാസ് ആണ് ഈ വെടിനിർത്തൽ ലംഘിച്ചതെന്നൊക്കെയാണ് ഇസ്രായേലിന്റെ ആരോപണം. പക്ഷേ ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷക്കാർ പലസ്തീനുകൾക്കെതിരായ യുദ്ധം ആരംഭിക്കണമെന്ന് ശഠിക്കുന്നവരാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ആരോപിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം ഈ ഹമാസിനുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഹമാസിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ തീവ്ര വലതുപക്ഷ നേതാക്കൾ നടത്തിയ മുറവിളി ഈ യുദ്ധത്തിലേക്ക് മടങ്ങണം എന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത്തരം റിപ്പോർട്ടുകളാണ് നമുക്ക് ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഹമാസ് പല മടങ്ങ് വില നൽകേണ്ടി വരും, ഇതാണ് അവർ കോട്ട് ചെയ്തത്. ഇതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇന്നലെ ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴക്കിയിരുന്നതും. ഇനി മറ്റൊന്ന് ഇസ്രായേലിന്റെ ആരോപണങ്ങളാണ്. അതായത് അടിസ്ഥാനരഹിതമെന്ന് നമുക്ക് തോന്നുന്ന ഇല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ വിലയിരുത്താവുന്ന ആരോപണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ആരോപണം ഇസ്രായേൽ സൈനികനെ ഹമാസ് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഈ പറയുന്ന അവശേഷിക്കുന്ന 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ ഹമാസ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ആരോപണം ഗസയിൽ ഈ ആക്രമണം നടത്താൻ ഇന്നലെ വൈകിട്ട് നെതന്യാഹു നിർദ്ദേശം നൽകിയതിന്റെ കാരണമായി നെതന്യാഹു ഇസ്രായേൽ പറയുന്നത് ഇതാണ്. തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ നടന്ന ആക്രമണവും ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിലുള്ള കാലതാമസവും ഒക്കെ നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹമാസ് അത് തുടർച്ചയായി ലംഘിക്കുകയാണെന്ന്
കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഹമാസ് വിട്ടു നൽകിയ ബന്ദികളുടെ മൃതദേഹങ്ങളിലൊന്ന് ഈ പറഞ്ഞ പോലെ 2 വർഷം മുൻപ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹങ്ങളാണെന്നൊക്കെ നെതന്യാഹു ആരോപിക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യവും ലോകം അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ ഇല്ലാ കഥകൾ മേഞ്ഞും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ എത്ര വലിയ തിരിച്ചടി നൽകാമോ ഇല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ അടിച്ചമർത്താമോ ആ ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഗസ സമാധാന കരാർ പ്രതിസന്ധിയിലായതെങ്ങനെ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. യുഎസിന്റെ മധ്യസ്ഥതയിലാണ്. നമുക്കറിയാം എത്ര കാലമാണ് ആ മധ്യസ്ഥ ചർച്ചകൾ നീണ്ടുപോയത് എന്ന് നമുക്കറിയാം. അവസാനം ട്രംപാണ് മുന്നോട്ട് വന്ന ഈ സമാധാന കരാർ. അദ്ദേഹം ഒരു 20 പദ്ധതി മുന്നോട്ട് വെക്കുന്നു. അതിൽ ആദ്യഘട്ടം എന്നുള്ളത് വെടിനിർത്തൽ, അതിനപ്പുറത്തേക്ക് മറ്റ് സഹായങ്ങളൊക്കെ ഇവർക്ക് എത്തിക്കില്ലെന്നൊക്കെ ഉള്ളതായിരുന്നു. അതിലേക്കൊന്നും ഇതുവരെ കടന്നിട്ട് പോലുമില്ല. അപ്പം യുഎസിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്നെന്ന് പറയുന്ന ഈ വെടിനിർത്തൽ കരാർ ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. നമ്മളോടൊപ്പം MC നാസർ കൂടി ചേരുന്നുണ്ട്. നാസർ, ഈ ഗസ സമാധാന കരാർ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി പറയേണ്ടതുണ്ട്. കാരണം ഗസ സമാധാന കരാർ എന്നൊരു കരാർ ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയല്ലേ ഇപ്പോൾ തുടരുന്നത്? തീർച്ചയായിട്ടും. അതേസമയം ഖത്തർ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഒരു മധ്യസ്ഥ രാജ്യം എന്നതിലേക്ക് ഖത്തറാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിരിക്കുന്നത്. അത് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഈ ഒരു ആക്രമണം ഇടയ്ക്കിടെ ഇസ്രായേൽ നടത്തും അല്ലെങ്കിൽ ലംഘിക്കും എന്ന കാര്യം തങ്ങൾക്കും നേരത്തെ ഉറപ്പായിരുന്നു. പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിലേക്ക് പോകണമെങ്കിൽ കുറെ കൂടി പക്വമായിട്ടുള്ള ഒരു നിലപാട് ഇസ്രായേലും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രാജ്യങ്ങളും കൈക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ തുടരും. അതിന് പ്രതികൂലമായിട്ടുള്ള കുറെ സ്ഥിതിഗതികൾ ഉണ്ട് എങ്കിൽ പോലും തങ്ങൾ ഇത് തകർന്നു എന്ന് തങ്ങൾ വിലയിരുത്തുന്നില്ല. അതേസമയം ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഖത്തർ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി ആരംഭിച്ചിരിക്കുന്ന ആക്രമണം ഇന്ന് ഉച്ചവരെ 104 പേർ കൊല്ലപ്പെട്ടതിൽ 46 പേരും കുട്ടികളാണ്. അപ്പം തികച്ചും നേരത്തെയൊക്കെ ഉള്ളതുപോലെ തന്നെ ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയുടെ ഒരു തുടർച്ച തന്നെയാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈനിക നേതൃത്വം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇനിയും ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പിന്നെ ഈ കരാർ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും നൽകിയിരിക്കുന്നത്. ഇത് ഈ ആക്രമണം ഒരു ഭാഗത്ത് തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ 9000-ത്തിലധികം വരുന്ന പലസ്തീൻ തടവുകാർ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടി റെഡ് ക്രോസ് സംഘം ഇസ്രായേലിലേക്ക് അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ ആ സംഘത്തിന് ഔദ്യോഗികമായിട്ടുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ തടവുകാരുടെ കൊടിയ ദുരിത പർവ്വങ്ങൾ ഒരു നിലക്കും ലോകം അറിയരുത് എന്ന നേരത്തെയുള്ള ഇസ്രായേലിന്റെ ആസൂത്രിതമായിട്ടുള്ള ആ ഒരു പദ്ധതിയുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ റെഡ് ക്രോസിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നീക്കവും. MC, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ കാര്യം നമുക്കറിയാം. അമേരിക്കയെ അറിഞ്ഞുകൊണ്ടാണ്, അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അതിന് അമേരിക്ക ന്യായീകരിക്കുമെന്നുണ്ട്. അപ്പം ഈ ഗസയിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഈ വിവരമെല്ലാം ഇസ്രായേൽ US-നെ അറിയിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലിന്റെ നടപടി വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയല്ല എന്നും സൈനികർ കൊല്ലപ്പെട്ടാൽ ഇസ്രായേലിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെയുള്ള ട്രംപിന്റെ പ്രതികരണവും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇല്ലെങ്കിൽ ഗസയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആ പദ്ധതി അത് ട്രംപിന്റെ വെറും കെട്ടുകഥയായി മാറുന്ന സാഹചര്യം. ഈ വിഷയത്തിൽ എങ്ങനെ ലോകരാജ്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളത്, മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇനി എങ്ങനെ ഏത് തരത്തിൽ ഇടപെടൽ സാധ്യമാണ് എന്നുള്ളത്, ഇനി എന്താണ് ഗസയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ കൂടി വിശദാംശങ്ങൾ. പദ്ധതി മുന്നോട്ട് വെച്ചതും ഇത് നടപ്പാക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള നീക്കം സമ്മർദ്ദ നടപടികൾ കൈക്കൊണ്ടതും ട്രംപ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ആക്രമണവും അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും ഇസ്രായേൽ നടത്തില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഈ 125 തവണയാണ് ഈ ഒക്ടോബർ 10 മുതൽ ഈ 19 ദിവസം പിന്നിടുന്ന ഈ ഘട്ടം വരെ ഇസ്രായേൽ ഈ വെടിനിർത്തൽ പരസ്യമായി തന്നെ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായി. അതിലൂടെ 200-ലധികം പലസ്തീനികളെയാണ് കുരുതി കൊടുത്തിരിക്കുന്നത്.
ഉന്നയിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ പൂർണ്ണ അനുമതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് ഇന്നിപ്പം വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം എടുത്താലും വൈറ്റ് ഹൗസിന്റെ പ്രതികരണം എടുത്താലും ഒക്കെ നമുക്ക് ബോധ്യമാവുന്നത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുമതിയോട് കൂടി തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നിറവേറാതെയാണ് ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നത്. അതിലും ഹമാസിന്റെ നിരായുധീകരണം നൽകിയ യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച ഭരണ സംവിധാനങ്ങൾ, ഒരു അന്തർദേശീയ സൈന്യത്തെ വിന്യസിക്കൽ ഉൾപ്പെടെയുള്ള സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി നടക്കാൻ പോകേണ്ടത്. പക്ഷെ അതുപോലും എത്ര കണ്ട് വിജയിക്കുമെന്ന ഒരു ആശങ്കയിലും അല്ലെങ്കിൽ അതുമൂലമുള്ള ഒരു നിരാശയിൽ നിന്നുകൂടി ആയിരിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ വളരെ തിരക്കിട്ട നിരന്തരമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ട് ഈ വെടിനിർത്തൽ ലംഘിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക. ഇതിപ്പോ നേരത്തെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള തുർക്കിയും ഈജിപ്തും ഖത്തറും അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. 20 പദ്ധതി വിജയിക്കണമെങ്കിൽ ഇതിന്റെ തുടർ നീക്കങ്ങളും തുടർ ചർച്ചകളും മുന്നോട്ട് പോകണമെങ്കിൽ ഈ വെടിനിർത്തൽ ലംഘിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ കരാർ മുന്നോട്ട് വെക്കുമ്പോൾ ഉണ്ടായിരുന്ന ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെ അനുകൂലിച്ചിരുന്ന ആ ഒരു അതാണ് ആശങ്കയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ്. അന്നുണ്ടായിരുന്ന ആശ്വാസമാണ് തീർത്തും വീണ്ടും ആശങ്കയുണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങളെ കടത്തിയിരിക്കുന്നത്. അതിൽ നെതന്യാഹു എടുക്കുന്ന സ്റ്റാൻഡ്, ഇല്ലെങ്കിൽ നെതന്യാഹു പോകുന്ന വഴി, അതിന് ട്രംപ് നൽകുന്ന സപ്പോർട്ട്, അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ വീണ്ടും ഗസയെ ആ ദുരിതത്തിലേക്ക് തന്നെ, ഇപ്പോൾ പോലും നമുക്കറിയാം വെള്ളവും ഭക്ഷണവും മരുന്നുമില്ലാതെ ഇപ്പോഴും അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ നരകഭൂമിയിലേക്കാണ് വീണ്ടും ഇതുതന്നെ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ട്രംപിന്റെ സപ്പോർട്ടോടുകൂടിയാണ് എന്നുള്ളതാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടുക, ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പ്രതിഷേധങ്ങൾ തുടരേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു എന്നുള്ളതാണ്.